പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ ചൂട് വീണ്ടും ഉയരുകയാണ്. അമേരിക്കയും ഇസ്രായേലും നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങൾക്കിടയിലും ഇറാൻ പിന്നോട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാന നേതാക്കളെ പോലും നഷ്ടപ്പെട്ടിട്ടും ഇറാൻ തിരിച്ചടികൾ ശക്തമാക്കുകയാണ്. ലോക സൈനിക വിദഗ്ധർ പറയുന്നത് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക സൈനിക തന്ത്രമാണെന്നാണ്. മൊസൈക് ഡിഫൻസ് എന്നറിയപ്പെടുന്ന ഈ തന്ത്രം അമേരിക്കയെ പോലെയുള്ള വൻ സൈനിക ശക്തികളെ പോലും ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ്. എന്താണ് ഈ മൊസൈക് ഡിഫൻസ്? അതിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രം ആരാണ്? വിശദമായി നോക്കാം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഇപ്പോൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ ശക്തമായ പ്രത്യാക്രമണങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് റിപ്പോർട്ടുകൾ. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ തുടർച്ചയായി തുടരുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിനകത്തും ആശങ്ക ഉയരുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇത് സാധാരണ സൈനിക ഏറ്റുമുട്ടലല്ലെന്നും ഭാവിയിലെ യുദ്ധതന്ത്രങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യമാണെന്നും സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. 2003 അമേരിക്ക ഇറാഖിൽ നടത്തിയ അതിഥിവേശമാണ് ഈ സാഹചര്യത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. അന്നത്തെ ആക്രമണത്തിൽ വെറും 26 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സദ്ദാം ഹുസൈന്റെ സൈന്യത്തെ അമേരിക്ക പരാജയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വൻ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളെ പോലും വേഗത്തിൽ കീഴടക്കാമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതേ മാതൃകയിൽ ഇറാനെയും എളുപ്പത്തിൽ തകർക്കാമെന്നാണ് ചില അമേരിക്കൻ തന്ത്രജ്ഞർ കരുതിയത്. എന്നാൽ ഇറാൻ ഇതിനു മുൻപേ തന്നെ അതിനുള്ള മറുപടി തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ആ മറുപടിയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഇറാന്റെ മുൻ സൈനിക മേധാവിയായിരുന്ന മേജർ ജനറൽ മുഹമ്മദ് അലി ജാഫരി. 2007 മുതൽ 2019 വരെ ഇസ്ലാമിക് റവല്യൂണറി ഗാർഡ് കോർപ്പസിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു അദ്ദേഹം. അമേരിക്ക പോലെയുള്ള വൻ സൈനിക ശക്തികളുമായി ഭാവിയിൽ ഇറാൻ നേരിടേണ്ടി വരുമെന്ന ജാഫരി വളരെ മുൻപേ തിരിച്ചറിഞ്ഞിരുന്നു. അതിനാൽ പരമ്പരാഗത സൈനിക സംവിധാനങ്ങൾ മാത്രം ആശ്രയിച്ചാൽ ഇറാൻ വലിയ അപകടത്തിൽപ്പെടുന്നുവെന്ന് അദ്ദേഹം വിലയിരുത്തി. ഈ സാഹചര്യത്തിലാണ് ജാഫരി മൊസൈക് ഡിഫൻസ് എന്ന തന്ത്രം ആവിഷ്കരിച്ചത്. പരമ്പരാഗത രീതിയിൽ ഒരു രാജ്യത്തെ സൈന്യം വലിയ യൂണിറ്റുകളായാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ മൊസൈക് ഡിഫൻസ് അതിന്റെ പൂർണ്ണ വിപരീതമാണ്. ഇവിടെ ചെറുതും സ്വതന്ത്രവുമായ അനേകം യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. ഓരോ യൂണിറ്റിനും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകും. ഒരു ഭാഗം തകർന്നാലും ബാക്കി യൂണിറ്റുകൾക്ക് യുദ്ധം തുടരാൻ കഴിയും. മൊസൈക് എന്നത് ചെറിയ കഷ്ണങ്ങൾ ചേർന്ന വലിയ ചിത്രം ഉണ്ടാക്കുന്ന കലാരൂപമാണ്. അതുപോലെ തന്നെ ചെറിയ സൈനിക യൂണിറ്റുകൾ ചേർന്നാണ് ഒരു വലിയ പ്രതിരോധ സംവിധാനം ഇവിടെ രൂപപ്പെടുന്നത്. കര, കടൽ, ആകാശം, സൈബർ മേഖലകൾ എല്ലാം ഈ സംവിധാനത്തിലൂടെ ബന്ധിപ്പിച്ചിരിക്കും. ചില യൂണിറ്റുകൾ തകർന്നാലും മറ്റുള്ളവ പ്രവർത്തനം തുടരും. അതിനാൽ ശത്രുവിന് ഒരൊറ്റ കേന്ദ്രത്തെ ആക്രമിച്ച മുഴുവൻ സൈനിക സംവിധാനവും തകർക്കാൻ സാധിക്കില്ല. കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകളും മിസൈലുകളും സെൻസറുകളും ഉപയോഗിച്ച വലിയ പ്രതിരോധ വലയം സൃഷ്ടിക്കുന്നതും ഈ തന്ത്രത്തിന്റെ പ്രധാന ഭാഗമാണ്. വില കൂടിയ വലിയ ആയുധങ്ങൾക്ക് പകരം ചെറുതും കാര്യക്ഷമവുമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാമ്പത്തിക ലാഭവും ലഭിക്കുന്നു. ഇതാണ് ഇന്ന് ലോകത്ത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന പുതിയ യുദ്ധതന്ത്രങ്ങളിലൊന്ന്. ഇതോടൊപ്പം തന്നെ അസിമെട്രിക് വാർഫെയർ എന്ന രീതിയിലും ഇറാൻ കൂടുതൽ ശ്രദ്ധ നൽകി. വലിയ സൈന്യത്തെ നേരിടുന്നതിന് പകരം ഗറില്ല യുദ്ധമുറകൾ, മിന്നൽ ആക്രമണങ്ങൾ, കടൽ മാർഗ ആക്രമണങ്ങൾ എന്നിവയുപയോഗിച്ച് ശത്രുവിനെ ക്ഷീണിപ്പിക്കുന്നതാണ് ഈ രീതി. ഇറാന്റെ പർവ്വതഭൂമിയും മരുഭൂമിയും അടങ്ങിയ ഭൂപ്രകൃതിയും ഈ തന്ത്രത്തിന് വലിയ പിന്തുണയാണ്. 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം സൈനിക ജീവിതം ആരംഭിച്ച അലി ജാഫരി ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് തന്നെ സൈന്യത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് നിരവധി സൈനിക ചുമതലകൾ വഹിച്ച അദ്ദേഹം 2007 IRGCയുടെ കമാൻഡർ ഇൻ ചീഫായി നിയമിതനായി. തന്റെ കാലഘട്ടത്തിൽ ഇറാന്റെ പ്രതിരോധ സംവിധാനം മുഴുവനായി പുനഃസംഘടിപ്പിക്കുന്നതിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നേതൃത്വം നഷ്ടപ്പെട്ടാലും രാജ്യം പോരാടാൻ കഴിയുന്ന തരത്തിലുള്ള സൈനിക സംവിധാനം സൃഷ്ടിക്കുകയാണ് മൊസൈക് ഡിഫൻസ് തന്ത്രത്തിന്റെ ലക്ഷ്യം. ഇന്ന് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഈ തന്ത്രത്തിന്റെ പ്രാധാന്യം വീണ്ടും ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്.